ഈ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അറിയോ? ഇതിപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ ഫിലിം സ്റ്റാർ ജയസൂര്യ സാറ് പാലക്കാട് അടുത്തൊരു മില്ലിൽ പോയപ്പോൾ അവിടെ ഒരു ബ്രാൻഡ് കണ്ടു. ആ ബ്രാൻഡ് കേരളത്തിൽ സപ്ലൈ ഇല്ല. അപ്പോൾ അതെന്താന്ന് ആ മില്ലറോട് ചോദിച്ചപ്പോൾ ആ മില്ലർ പറഞ്ഞത്രേ, ഈ എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റമാണ്, നാട്ടിൽ സപ്ലൈ ഇല്ല. അപ്പം എന്താ കാരണം? എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റം ആണെങ്കിൽ ഒരു രാജ്യത്തിന്റെ ബൗണ്ടറി കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ നമ്മുടെ പ്രൊഡക്റ്റിന് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് റിജക്റ്റഡ് ആവും. സോ നമ്മുടെ നാട്ടിൽ നിന്നും വിഷയമല്ല, ഏത് ചാത്തൻ സാധനവും വിറ്റുപോകും. ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക, ബൈ വൺ ഗെറ്റ് വൺ ഇടുക, ഓഫർ കൊടുക്കുക, ആൾക്കാർ പാഞ്ഞു വന്ന് സാധനം കൊണ്ടുപോകും അല്ലേ? പക്ഷെ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളുടെ പ്രത്യേകത അതാണ്, ക്വാളിറ്റി ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഓഫറുകളും പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ക്വാളിറ്റി ബേസിലാണ്. ഓക്കെ, താങ്ക് യു.